ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിവസേന വിഭാഗത്തിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഇന്ന് ഏഷ്യ കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ നാളെ ഏഷ്യ കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ പാതി ടിക്കറ്റ് മാത്രമേ വിറ്റിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രതിഷേധവുമായി ശിവസേന രംഗത്തെത്തിയിട്ടുണ്ട്. ശിവസേന പറയുന്നത് ദേശവിരോധികളാണ് ഈ മത്സരം കാണാൻ പോകുന്നത്. BCCI ദേശവിരോധികളാണ്. ഉദ്ധവ് വിഭാഗത്തിന്റെ ആരോപണമാണ്. പണത്തിനു വേണ്ടി ആദർശം ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നു. രക്തവും വെള്ളവും ഒരുമിച്ചു പോകില്ല എന്ന് പറഞ്ഞവർ പാകിസ്ഥാനൊപ്പം ക്രിക്കറ്റ് കളിക്കുന്നുവെന്നാണ് വിമർശനം. സിന്ദൂർ രക്ഷാ അഭിയാൻ എന്ന പേരിൽ നാളെ ശിവസേന ഉദ്ധവ് വിഭാഗം പ്രതിഷേധം നടത്തും. നാളെയാണ് ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ ഇന്ത്യ പാക് മത്സരം നടക്കുക. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, സാധാരണ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തിരക്കുണ്ടാവേണ്ടതാണ്. ഇതിനകം തന്നെ ടിക്കറ്റൊക്കെ വിറ്റുപോകുന്നതാണ്. പ്രത്യേകിച്ച് 2020 മാച്ച് UAE വെച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ഒരെണ്ണം ബാക്കി കാണാൻ സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ പാതി ടിക്കറ്റ് വിറ്റിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ക്യാമ്പയിൻ സജീവമായതാണോ ടിക്കറ്റ് വിൽപ്പന കുറയാൻ കാരണം? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണഗതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം കാണാൻ ആളുകളുടെ തിരക്കായിരിക്കും സ്റ്റേഡിയത്തിൽ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഈ മത്സരത്തിനെതിരെ BCCIക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ശിവസേന അടക്കമുള്ള പാർട്ടികൾ. ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ആദിത്യ താക്കറെയുടെ ഒരു പ്രസ്താവനയാകട്ടെ BCCI ദേശവിരോധികളാണ് എന്നുള്ളതാണ്. പണത്തിനു വേണ്ടി രാജ്യത്തിന്റെ മൂല്യങ്ങളെ പണയം വെച്ചിരിക്കുകയാണ് BCCI എന്ന വിമർശനം ഉദ്ധവ് താക്കറെ വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നു വിമർശനവുമായി എന്നുള്ളതാണ്. വലിയ രൂപത്തിൽ അതൊരു ക്യാമ്പയിനായി തന്നെ രാജ്യവ്യാപകമായി പല ഹാഷ്ടാഗുകളും Xലടക്കം ഉയർന്നു വന്നിട്ടുണ്ട്. സിന്ദൂർ രക്ഷാ അഭിയാൻ എന്ന പേരിൽ നാളെ മഹാരാഷ്ട്രയിൽ വ്യാപകമായി തെരുവുകളിൽ സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. വെള്ളവും രക്തവും ഒരുമിച്ച് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാനുള്ള വെള്ളം ഇന്ത്യ തടഞ്ഞു വെച്ചത്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരം നടത്തുമ്പോൾ എന്ത് സന്ദേശമാണ് ഇത് നൽകുന്നത് എന്ന ചോദ്യമാണ് ശിവസേന ചോദിക്കുന്നത്. മാത്രമല്ല പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷമുള്ള ആദ്യത്തെ ഇന്ത്യ പാക് മത്സരമാണ്. ഏതായാലും അത് വലിയ വിവാദത്തിലായിട്ടുണ്ട്. വലിയ വിമർശനമാണ്. ഈ മത്സരം ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും രാഷ്ട്രീയപരമായും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അരുൺകുമാർ. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ വാർത്തായാത്ര തുടരുകയാണ്. മത്സരത്തിന് കളികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളതൊരു സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. ഒരു ഭാഗത്ത് രാഷ്ട്രീയം, ഒരു ഭാഗത്ത് നയതന്ത്രം, മറുഭാഗത്ത് ക്രിക്കറ്റ്. എന്തായാലും നാളെ പാതി അധികം ടിക്കറ്റ് ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത്.